നമസ്കാരം. ഇന്നത്തെ വീഡിയോ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചുള്ളതാണ്. യൂണിവേഴ്സിനാൽ ഗൈഡഡ് ചെയ്യപ്പെട്ട ഒരു സബ്ജക്റ്റാണിത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് ഞാൻ ചെയ്യപ്പെടുന്നത്. ഇവിടെ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്ളോഗ്സൊക്കെ കാണാറുണ്ടോ? അതിൽ നിങ്ങൾ ജഡ്ജ്മെൻറ്റ് ചെയ്യാറുണ്ടോ? കാരണം ഒരു പ്രതിബദ്ധത, സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള കാര്യങ്ങൾക്കല്ലാതെ അവർ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലേ, ആ സ്വരച്ചേർച്ച ഇല്ലായ്മ എടുത്ത് വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ ആ വീഡിയോക്ക് ജഡ്ജ്മെൻറ്റ് ചെയ്യാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കർമ്മ അവിടെ ഇരട്ടിക്കുകയാണെന്ന് ഞാൻ പറയും. നിങ്ങളുടെ പോക്കറ്റിലെ ക്യാഷ് കൊടുത്തുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കർമ്മയെ നിങ്ങൾ മേടിക്കുകയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത്, നിങ്ങളെന്നൊരു വ്യക്തിയെ എടുക്കുക, ആ വ്യക്തിക്ക് സറൗണ്ടിങ്ങിലുള്ള ആൾക്കാരെടുക്കുക. നിങ്ങളൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ, അമ്മ, സിബ്ലിങ്സ്, ഭാര്യ, സഹോദരി, കുട്ടികൾ ഒക്കെ ഉള്ളൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കർമ്മയുള്ള വ്യക്തികളാണ് ഈ ജന്മത്തിൽ നമുക്ക് ഈ ഒരു സർക്കിളിൽ വരുന്നത്. അതായത് നമ്മുടെ അച്ഛനായാലും നമ്മുടെ അമ്മയായാലും ഈവൻ നമ്മുടെ പാർട്ട്ണർ ആയാലും അവരോട് നമുക്ക് ഏറ്റവും കൂടുതൽ കർമ്മയുണ്ടാവും. അതായത് ഒന്നെങ്കിൽ നമുക്ക് സോൾമേറ്റ് റിലേഷൻഷിപ്പ് ആവാം, അതല്ലെങ്കിൽ നമ്മളുടെ കാർമിക് റിലേഷൻഷിപ്പ് ആവാം. അങ്ങനെയാണ് ഒരു കർമ്മ വരുന്നത്. അപ്പോൾ എന്തിനാണ് ഈ കർമ്മ നമുക്ക് ഈ ജന്മത്തിൽ അവരിൽ കൂടി അനുഭവിക്കേണ്ടി വരുന്നത്? എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്നൊക്കെ കുറച്ച് ലൈഫ് ലെസൺസ് പഠിക്കാനുണ്ട്. നമ്മളെന്ത് ലൈഫ് ലെസൺസ് പഠിക്കുന്നത് എന്നാണ് ആ കർമ്മയിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഇതേ കർമ്മ തന്നെയല്ല ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഫാമിലി വ്ളോഗ്സിൽ ഉള്ള ആൾക്കാർക്കും ഉള്ളത്. സെയിം പാറ്റേൺ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്, അല്ലേ? അവരുടെ കുടുംബത്തിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മ അത് അവരെടുത്ത് വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങളതിനെ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നു, അല്ലേ? നിങ്ങളിവിടെ ജഡ്ജ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരാൾക്ക് ഫേവറായിട്ടും മറ്റൊരാൾക്ക് നെഗറ്റീവായിട്ടാണ് കമൻ്റ് ഇട്ട് കൊടുക്കുന്നത്, അല്ലേ? ആ കമൻ്റ് നിങ്ങൾ ഇടുമ്പോൾ ആ കമൻ്റ് വീണ്ടും വീണ്ടും വായിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ കമൻ്റ് തന്നെ വീണ്ടും വീണ്ടും വായിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലേ? വീണ്ടും വീണ്ടും നിങ്ങളുടെ അവിടെ കർമ്മ ഇരട്ടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. അതെങ്ങനെയാണെന്നും കൂടി നമുക്ക് നോക്കാം. നിങ്ങൾ ആ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങളിടുന്നൊരു കമൻറ്റ്, ഒരു നെഗറ്റീവ് കമൻ്റ് ആയാലും പോസിറ്റീവ് കമൻ്റ് ആയാലും, ആദ്യം നമുക്ക് നെഗറ്റീവ് കമൻറ്റിൽ കൂടി നോക്കാം. നമ്മൾ ഒരു നെഗറ്റീവ് കമൻ്റ് ഇടുമ്പോൾ നമ്മൾക്കവിടെ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലേ? ആ ഇമോഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വെറുപ്പാവാം, ചിലപ്പോൾ ആ വ്യക്തിയോടുള്ള ദേഷ്യമാവാം. ആ ഇമോഷൻസാണ് നമ്മൾ പ്രപഞ്ചത്തിന് കൊടുക്കുന്നത്, അല്ലേ? പ്രപഞ്ചം ആ ഇമോഷൻസാണ് നമ്മൾക്ക് തിരികെ നമ്മുടെ ലൈഫിലോട്ട് തരുന്നത്. ഇങ്ങനെ ഇമോഷൻസ് നിങ്ങളവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ 3 കാര്യങ്ങൾ അതിൻ്റെയും കൂടി ഓൾട്ടർനേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ഒരു വിദ്വേഷമാണോ ഒരു ദേഷ്യമാണോ എന്നുള്ള ഇമോഷൻ ഉണ്ടാവുന്നു. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ആ ജഡ്ജ്മെൻറ്റിലൂടെ അവരുടെ ആ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ആ അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ആ കാര്യം അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അൺഹീൽഡ് പാർട്ടായി കിടക്കുകയും അതൊരു കർമ്മയായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് എൻറ്റർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഈ നെഗറ്റീവ് ഇമോഷൻസ് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഷോർട്ട് ടൈം ലൈഫിൽ തന്നെ നിങ്ങൾക്കതിന് അതേ ഒരു അതേ ഒരു ഇമോഷൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് എൻറ്റർ ചെയ്യപ്പെടുകയും ആ കർമ്മ, ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ട കർമ്മ ഏതെങ്കിലും നിങ്ങളുടെ ലൈഫിലെ ഏതെങ്കിലും ലൈഫ് പീരീഡിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിലെ കർമ്മയായിട്ട് നിങ്ങൾ അതിനെ ഫേസ് ചെയ്യേണ്ടതായിട്ടും വരും. ഇതാണ് നിങ്ങളുടെ കർമ്മ ഇവിടെ
ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഞാൻ പറയുന്നത്. കർമ്മ നിങ്ങളുടെ ഇരട്ടിക്കുകയാണെന്ന് ഞാൻ പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഇമോഷൻ ഉണ്ട്, ഫേവർ, അല്ലേ? നിങ്ങൾ ആ ഒരു 2 പേരെ ജഡ്ജ്മെൻറ്റ് ചെയ്തതിൽ ഒരാൾക്ക് ഫേവറായിട്ട് നിങ്ങൾ നിലകൊള്ളുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഫേവേഴ്സ് അത് ആ വ്യക്തിക്കുള്ളതാണോ, ആ വ്യക്തി അതിന് അഭികാമ്യമായിട്ടുള്ള ആളാണോ എന്ന് നിങ്ങൾക്കറിയാവോ? അല്ല, നിങ്ങൾക്ക് പേഴ്സണലി അറിയാവോ ആ വ്യക്തി എങ്ങനെയുള്ളത് ആളാണെന്നോ എന്നും നിങ്ങൾക്ക് പേഴ്സണലി അറിയില്ല. നിങ്ങൾക്ക് ആകെ കണ്ട് പരിചയം എങ്ങനെയാണ്? നിങ്ങളുടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മാത്രമേ കണ്ട് പരിചയമുള്ളൂ, അല്ലേ? ആ വ്യക്തിയുടെ കർമ്മ എന്താണെന്നും ആ വ്യക്തിക്ക് അവരുടെ അച്ഛനമ്മയും ചേട്ടനോ ചേച്ചിയോ അനിയത്തിയായിട്ടുള്ള കർമ്മ എങ്ങനെയാണ് തീരേണ്ടതെന്നും നിങ്ങൾക്കറിയാവോ? അറിയില്ല, അല്ലേ? അപ്പം നമ്മൾ കൊടുക്കുന്ന ആ പോസിറ്റീവ് ഇമോഷൻസും അതും അവിടെ ആപ്ലിക്കബിൾ ആണ് നമ്മൾക്ക് നിശ്ചയമില്ല. അപ്പോൾ അവിടെയും അതൊരു കർമ്മയായിട്ട് നിൽക്കുന്നു. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ കർമ്മ ഡബിളായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കപ്പോൾ ഒരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് ഉള്ളിൽ വരും. അപ്പോൾ എൻ്റെ വീടിനടുത്ത് അല്ലെങ്കിൽ എൻ്റെ വീടിനുള്ളവരെ തന്നെ ഞാൻ ജഡ്ജ്മെൻറ്റ് ചെയ്യാറുണ്ടല്ലോ, അത് എനിക്ക് കർമ്മയായിട്ട് വരില്ലെന്ന്. തീർച്ചയായിട്ടും അതെങ്ങനെയാണ് കർമ്മയായിട്ട് വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓൾറെഡി കർമ്മയുള്ള ആൾക്കാരാണത്, അല്ലേ? നിങ്ങൾ അവരെയായിട്ട് കർമ്മയുണ്ട്. ആ കർമ്മ എല്ലാം ന്യൂട്രലൈസ് ചെയ്യപ്പെടാൻ വേണ്ടി മാത്രമാണ് നമുക്ക് ഈ ജന്മത്തിൽ നമ്മളുടെ അച്ഛനമ്മയും റിലേറ്റീവ്സും നമ്മുടെ നെയ്ബേഴ്സും നമ്മുടെ കൊളീഗ്സും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വരുന്നു. നമ്മുടെ ഈ ലൈഫ് പീരീഡിൽ അവരെയായിട്ട് തീരേണ്ട കർമ്മകളൊക്കെയും നമ്മളുടെ ഒരു ലൈഫ് പീരീഡ് വെച്ച് തീരുകയും അതിൽ ഇനിയുള്ള കർമ്മം എങ്ങനെ തീർന്നു പോകേണ്ടതെന്ന് വെച്ചാൽ അത് ദൈവനിശ്ചയം പോലെ, അതായത് ഈ ജന്മത്തെ കർമ്മയെ സഞ്ചിത കർമ്മമെന്നും മുൻ ജന്മങ്ങളിലുള്ള കർമ്മയുണ്ട്, അല്ലേ? ആ ഈ കർമ്മയും കൂടി ബാലൻസ് ചെയ്ത് ബാക്കിയുള്ളത് എങ്ങനെയാണ് അനുഭവിച്ച് തീർക്കേണ്ടതെന്നും അത് ദൈവനിശ്ചയം പോലെ നടക്കും. പക്ഷേ അത് നിങ്ങളുടെ മുൻജന്മ കർമ്മ അനുസരിച്ചാണ് മുമ്പോട്ട് പോകേണ്ടത്. പക്ഷേ ഇവിടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ജന്മത്തെയുള്ള കർമ്മയും മുൻ ജന്മത്തെയുള്ള കർമ്മയും കൂടി കൂട്ടി വീണ്ടും നിങ്ങളുടെ കർമ്മ അവിടെ ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ പറഞ്ഞ നിങ്ങളുടെ സറൗണ്ടിങ്സ് നിൽക്കുന്ന വ്യക്തികളിൽ കൂടി നിങ്ങളുടെ ലൈഫ് പീരീഡിൽ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ ഒരു അച്ഛനെയും അമ്മയും മകനെയും തമ്മിലെടുക്കുക, അവർ തമ്മിലുള്ള സംസാരങ്ങളും അവർ തമ്മിലുള്ള ഒന്നിച്ചിരുന്നുള്ള ഭക്ഷണം കഴിക്കൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങളില്ലേ നമ്മളിൽ. അതിലൊക്കെ നമ്മളുടെ കർമ്മ അങ്ങോട്ട് തീർന്നു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നതിൽ ആ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി, അതായത് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ജഡ്ജ്മെൻറ്റ് ചെയ്യുമ്പോൾ അവരായിട്ട് നിങ്ങൾ എന്ത് ഇൻട്രാക്ഷൻസാണ് നിങ്ങളുടെ ലൈഫ് പീരീഡിൽ നടക്കുന്നത്? അവർ നിങ്ങളെ ഫോൺ വിളിക്കുന്നുണ്ടോ? അവരെ കൂടി നിങ്ങളെ ഒത്തുചേരുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ ലൈഫ് പീരീഡിൽ നടക്കുന്നുണ്ടോ? അതൊന്നും ഒരു മെച്യൂരിറ്റി ഓഫ് ദ ആൾക്കാർക്കും നടക്കുന്നില്ല. അതാണ് പറയുന്നത് അവിടെ കർമ്മ ഇരട്ടിക്കുകയാണെന്ന്. ഇനി ഈ കർമ്മ എങ്ങനെ ഇരട്ടിക്കുന്നു എന്നും കൂടി നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒബ്സർവ് ചെയ്തിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കേസേ ഉള്ളൂ. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു നെഗറ്റീവ് ഇമോഷൻസ് നമ്മളൊരു നെഗറ്റീവ് കമൻ്റായിട്ട് അവിടെ ഇട്ടു, കമൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളത് കഴിഞ്ഞ് പോയി, നിങ്ങളത് വിട്ട് കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ ആ കമൻ്റ് ഇടണേ മുമ്പ് നിങ്ങൾ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലേ? അവരെ ജഡ്ജ്മെൻറ്റ് നടത്തി, അച്ഛൻ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ചേട്ടൻ അനിയനോട് ചെയ്തത് ശരിയായില്ല, അപ്പോൾ അയാളാണ് തെറ്റ്. അങ്ങനെ ഒരു തോട്ട് പാറ്റേൺ, ഒരു തോട്ട്സ് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ ചിന്ത നിങ്ങൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഓൾറെഡി പറഞ്ഞു, അല്ലേ? നിങ്ങളുടെ ലൈഫിൽ ആ ഇമോഷൻസ് വളരെ ഷോർട്ട് പീരീഡിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. കാരണം വളരെ പീസ്ഫുള്ളായിട്ട് ചിലപ്പോൾ പോകുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. പക്ഷേ പെട്ടെന്നൊരു ഡിസ്റ്റർബൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് എൻ്റർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് പറഞ്ഞു തരാനുള്ളത്, പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാത്ത ആൾക്കാരില്ല, അല്ലേ? എല്ലാവരും ആ ഒരു ലൈഫ് ജേർണി കൂടി പോകുന്നതാണ്.
അപ്പോൾ ഒരു ഫാമിലി വ്ളോഗ്സിൽ ഇങ്ങനെയുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയെ നിങ്ങൾ ജഡ്ജ്മെൻറ്റ് ചെയ്യരുതെന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ചെയ്യാം. കാരണം ഒരു കുട്ടീനെ ഇപ്പം അബ്യൂസ് ചെയ്യപ്പെട്ടു, അതിന് നമ്മൾക്ക് എതിർക്കാം. നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് നമ്മൾക്ക് അതിനെതിരെ പറയാം. പക്ഷേ ഇതുപോലെ നിസ്സാര സംഭവങ്ങൾ, അതായത് വാക്ക് തർക്കങ്ങൾ, ചേർച്ച ഇല്ലായ്മ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ജഡ്ജ്മെൻറ്റ് ചെയ്യാതിരിക്കുക. കാരണം കോമൺ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടേതായ ലൈഫ് പാറ്റേണിൽ നടക്കുന്ന രീതികൾ തന്നെയാണ് അല്ലേ. ആ ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല, പൊതുവെ എല്ലാം അങ്ങനത്തെ ഒരു ലൈഫ് പാറ്റേണിൽ തന്നെ പോകുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പം എൻ്റെ ലൈഫിൽ അങ്ങനെ ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ ഓൾറെഡി അങ്ങനത്തെ ഒരു പാറ്റേൺ അട്രാക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് പീരീഡിൽ ഏതെങ്കിലും ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് അതുപോലത്തെ ഒരു പാറ്റേണെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. അപ്പോൾ കർമ്മ ഇരട്ടിക്കാതെ നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഇവിടെ എനിക്ക് ഗൈഡഡ് ചെയ്യപ്പെട്ട മെസ്സേജ്. അത് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നു. താങ്ക് യു ഓൾ.